അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് മുനമ്പം ബീച്ചിലാണ് കേട്ടോ. മുനമ്പം ബീച്ചിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയും ബഹളവും കോലാഹലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മുനമ്പം ബീച്ചിൻ്റെ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഹൈറ്റിലാണ് തന്നെ പറഞ്ഞ ഇത് കാണാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടം വരെ തരാൻ വന്നിരിക്കുക. നമ്മൾ മുമ്പ് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തിര വന്നിട്ടുണ്ട്. പിന്നെ മണ്ണ് ഭയങ്കരമായിട്ട് ഒഴുകിപ്പോയിട്ടുണ്ട്. അതുമല്ല കടലിലെ തിര വരുന്നത് തിരയുടെ കളറ്, അതായത് വെള്ളത്തിന്റെ കളർ തന്നെ മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ കറുത്ത കളറിലാണ് ഇപ്പൊ തിര വന്നിട്ടുണ്ട്. അത് നല്ല ഹൈറ്റിലാണ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഈ മഴയും ഒക്കെ ആണെങ്കിലും കുറച്ച് പേരൊക്കെ നമ്മുടെ കടലിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പുലിമുട്ടിന്റെ അവിടെ നിന്നുള്ള വ്യൂ നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര തിരയടിക്കലാണ്. പക്ഷെ ഇച്ചാൻ പറഞ്ഞത് നോർമലാണെന്നാ. പക്ഷെ എനിക്ക് കണ്ടിട്ട് നോർമലായിട്ട് തോന്നിയില്ല. ഞാനിതങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. വെള്ളത്തിന്റെ കളറ് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കരിക്കട്ട കളറായിട്ടാണ് ഇരിക്കുന്നത്. വേണേ മഴ പെയ്യാം. നമ്മള് കോട്ടൊക്കെ ആയിട്ടാണ് വന്നേണത്. ചച്ചുണ്ട് കൂടെ. ഏയ് അതുകൊണ്ടല്ല ചച്ചു പറയണത് നമ്മുടെ കണ്ടെയ്നർ വീണ് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്തുള്ള സംഭവം ലീക്കായിട്ട് കളർ വ്യത്യാസം വന്നതെന്നാണ് പറയണത്. പക്ഷേ ശരിക്കും നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്, അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ നോക്കി മണ്ണേപ്പാടെയുള്ള ഒരുമാതിരി എനിക്ക് തോന്നുന്നു. അപ്പോൾ ദാഴ്ചയാണ് അവിടെ നിൽപ്പുണ്ട്. അഴീക്കോട് ബീച്ചാണ് ആ കാണുന്നത്. ബീച്ചിൻ്റെ അവിടെ മറ്റേ ആ ഫെസ്റ്റ് നടന്നില്ലേ, അതാണ് അവിടെ. പിന്നെ അതാ ചുറ്റും ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കടലിൻ്റെ ഒരു സിറ്റുവേഷൻ. ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും തിരയായിട്ടാണ് തോന്നിയേക്കണേ. നല്ല തിര വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പുലിമുട്ടിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. തിരക്ക് മഴയും കാറ്റൊക്കെ ആണെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പുലിമുട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ മരം അവിടെ കടന്നിരുന്നു കണ്ടോ? അതെ, ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇവിടം വരെ ഏകദേശം കടൽ കയറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇരിക്കുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കടൽ കയറി ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് ഒഴുകി പോയേക്കുവാണ്. ഇതേ ഇവിടുത്തെ മണ്ണൊക്കെ ശരിക്കും ഇടിഞ്ഞു. ശക്തി ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പുലിമുട്ടിനോട് അടുത്ത് ചെല്ലുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഈ ടൈമിലൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരാത്തത്. അവിടെയൊക്കെ നോക്കി ഭയങ്കര തിരയാ. ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഗൈസ് നമ്മളപ്പോൾ പുലിമുട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുലിമുട്ടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് എന്തൊരു വലിയ തിരയാ നോക്കിയാ വരണത്. ശരിക്കും കണ്ട് പേടിയാകാണ്. വെള്ളത്തിൻ്റെ തിര നോക്കി. എൻ്റെ ചച്ചുവേ, ജസ്റ്റ് നമ്മള് കടലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ. എന്താ മറ്റേ കടലും അഴിയും കൂടി അല്ലേ, കടലും പുഴയും കൂടി ചേരുന്ന ഭാഗം അഴിയാണ് ഈ കാണുന്നത്. നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നവർക്ക് എത്രത്തോളം ഇതാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് കടൽ ഇങ്ങനെ കലിപ്പിലാണെന്ന് പറയില്ലേ, അമ്മാതിരിയാണ്. ഇത്ര കടൽ ഇത്ര കലിപ്പിലായിരുന്നിട്ടും ചൂണ്ടയിടാൻ കളിച്ച ആ ചേട്ടൻ്റെ വലിയ മനസ്സിന് കൊള്ളാലേ. കടൽ കൂടുതലുള്ള സമയത്താണ് ആ ചേട്ടൻ ചൂണ്ടിടാൻ വന്നേക്കുന്നത്. എന്ത് ദൈവമേ, നേരിട്ട് കണ്ടിട്ട് തന്നെ ഭയങ്കര പേടിയാവുന്നേ.
ഇത്തിരി അടുപ്പിച്ചെടുത്ത് അത്രയും ആ തിരയുടെ ഒരു ഭയങ്കര വലിയ തിരകളാണ് വന്നത്. വലിയൊരു തിര വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പുലിമുട്ടിൻ്റെ അവിടെയാട്ടോ ഉള്ളത്. അപ്പോൾ പുലിമുട്ട് ജസ്റ്റ് ഒന്ന് കടൽ എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ കലിപ്പായിട്ടുള്ള ഒരു കടലിൻ്റെ സിറ്റുവേഷൻ നമ്മളിപ്പോൾ കാണുന്നത്. ഏത് നിമിഷവും നമുക്കിപ്പോൾ മഴ പെയ്യൂട്ടാ. അവിടെ നിന്ന് പോയി നോക്കി കറങ്ങി അടിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3-4 ആളുടെ പൊക്കത്തിലാണ് തിര വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തരാണ് കടലിൽ നിന്നുള്ള വെള്ളമൊക്കെ കയറിയതേ വീടുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കയറി കിടക്കുകയാണ് വെള്ളം. ഭയങ്കര ശക്തമായ തിരയാണ് ഇങ്ങോട്ട് വരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം നിറഞ്ഞു. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇപ്പോൾ തിരയൊക്കെ ഭയങ്കര ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വേസ്റ്റുകളൊക്കെ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ കിടക്കുന്ന വേസ്റ്റുകളെല്ലാനും ആ വെള്ളം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാറ്റ് വന്നിട്ട് തെങ്ങക്കാടിനെ ചെരിഞ്ഞ് നിൽക്കുന്നു. അവിടെ നിന്നൊക്കെ ഇതായി തുടങ്ങി. ഭയങ്കരമായ തിരകൾ, ഭയങ്കര കാറ്റാണ്. തിരമാലയുടെ ഒരു പൊക്കം കണ്ടോ നിങ്ങൾ? ഭയങ്കര വലിയ തിരകളാണ് വന്നത്. ചെറായി ബീച്ചിലെ അവസ്ഥയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതിലൊക്കെ മറിഞ്ഞ് താഴോട്ട് വീട്ടിലേക്കാണ്. സൈഡിൽ നിന്നൊക്കെ മണ്ണ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടോ. മുനമ്പം ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ ചെറായി ബീച്ചിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ചെറായി ബീച്ചിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീച്ച് കാണാൻ വന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവില്ല, എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിതാ കുഴിപ്പള്ളി ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ വന്നോണ്ടിരിക്കുന്നത്. ആ മരമൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് അവിടെ. നല്ല രീതിയിൽ ഇന്നലെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കരയിലേക്കൊക്കെ. അപ്പൊ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിലെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മള് അവിടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ കാറ്റും കോളൊക്കെ വരുന്നതിന് മുമ്പ് ഇത് നശിച്ചു പോയതാണോന്ന് അറിയില്ല, അതോ ഇനി ഇവർ എടുത്ത് വെച്ചേക്കണാണോന്ന് അറിയില്ല. അതിൻ്റെ കട്ടകൾ 1-2 ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കാറ്റ് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അവരെടുത്ത് വെച്ചതായിരിക്കാം ഇവിടെ. എന്തായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി. ഇന്നലെ കരയിലേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങിയ മണ്ണൊക്കെ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കടൽ ഇത്രയും ശോഭിച്ചത് കൊണ്ട് തന്നെ ചെറുവള്ളങ്ങളും മഞ്ചുകളും ഒന്നും മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല കേട്ടോ. എല്ലാം കരക്ക് കയറ്റിയിട്ടേക്കാണ് എല്ലാനും.
നമ്മളിതാ